ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ സ്കൂളുകളിൽ സൂംബ ഡാൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു കായിക വിനോദമാണ് സൂംബ. കാരണം എന്ന് വെച്ചാൽ മറ്റ് കായികമായിട്ടുള്ള കളികളെ പോലെ അല്ല സൂംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു എക്സർസൈസായിട്ടാണ് സൂംബ ഡാൻസ് ഉള്ളത്. കാരണം ഇപ്പം നമുക്ക് പി ടി ഉണ്ട്. പി ടിക്ക് കുട്ടികളെ കൊണ്ട് നിർത്തി കുറച്ച് ഓടിപ്പിച്ച് കുറച്ച് എക്സർസൈസൊക്കെ ചെയ്ത് അവരെ ക്ലാസ്സിലേക്ക് തിരിച്ചു വിടും. അത് കുട്ടികൾക്കൊരു മടുപ്പോടുകൂടി പിന്നെ പി ടി സാറ് വഴക്ക് പറയത്തില്ലയോ എന്ന് കരുതിയൊക്കെ കൈയൊക്കെ പൊക്കി കാലൊക്കെ പൊക്കിയൊക്കെ ചെയ്യുന്നല്ലാതെ പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ പി ടി പീരീഡ് നമ്മളെ അങ്ങ് ബെല്ലടിച്ചങ്ങ് വിടും. നമ്മൾ പോയി കിടന്നങ്ങ് ഓടിക്കളിക്കുക എന്നുള്ളതായിരുന്നു. അന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് എക്സർസൈസ് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നായാലും നമ്മൾ നടന്നായിരുന്നു സ്കൂളിലെത്തുന്നത്. അതുപോലെ തന്നെ പുഴയും തോടും പിന്നെ വയലും കുന്നുകളും ഒക്കെ ഇറങ്ങി കയറി വരുമ്പം തന്നെ കുട്ടികൾക്ക് നല്ലൊരു എക്സർസൈസ് കിട്ടിയിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു എക്സർസൈസും ഇല്ല. രാവിലെ എണീക്കുക, അമ്മമാർ കുളിപ്പിച്ച് ഒരുക്കി ഷൂസും സോക്സും എല്ലാം പിറക്കി ഇടുക, വണ്ടി വരിക, വണ്ടി കയറ്റി വിടുക. സർക്കാർ സ്കൂളുകളിൽ വരെ ഇപ്പം വണ്ടിയിലാണ് കുട്ടികൾ പോകുന്നത്. അപ്പോഴാ കുട്ടികൾക്ക് ആ നടക്കാനുള്ള ഒരു എക്സർസൈസ് പോലും കിട്ടുന്നില്ല. പിന്നീട് കാലൊക്കെ ആണെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ട് ഒട്ടും തറയിൽ മണ്ണിൽ പറ്റാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അതിൻ്റേതായ പ്രതിരോധ ശക്തിയൊക്കെ കുട്ടികൾക്ക് ഒരുപാട് കുറവുമാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ സൂംബ ഡാൻസ് വളരെ ഒരു നല്ല മാനസികമായിട്ടുള്ള സന്തോഷം തരുന്ന ഒരു എക്സർസൈസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചിലപ്പം വീട്ടിൽ രക്ഷകർത്താക്കളുടെ തമ്മിലുള്ള പ്രശ്നങ്ങളും പിന്നെ ചിലപ്പം മദ്യപാനരായിട്ടുള്ള രക്ഷകർത്താക്കളുടെ ഉള്ള കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ വീട്ടിൽ നിന്ന് സ്കൂളിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് അതൊക്കെ ആലോചിച്ച് തന്നെ കുട്ടികൾക്കൊരു വിഷമത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴിപ്പോൾ ഈ സൂംബ പോലുള്ള ഒരു എക്സർസൈസ് വന്നു കഴിഞ്ഞാൽ ആ പാട്ടിനോടൊപ്പം അവരത് ചാടി തുള്ളി കളിക്കുമ്പോൾ കുറച്ച് നേരം അവരതൊക്കെ മറക്കാനുള്ള ഒരു വഴിയുണ്ട്. അതുമല്ല അവർക്ക് ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. അതിപ്പം നമ്മൾ ഒരുപാട് റീൽസിലായാലും അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ആയാലും നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അറിയാൻ പറ്റുന്നത് നമ്മൾ ആ പാട്ടിന് ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു സന്തോഷമാണ്. മറ്റേ പി ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓടാൻ താല്പര്യമുള്ള കുട്ടികളെ, ചാടാൻ താല്പര്യമുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുപോയി അവരെ സെലക്ട് ചെയ്തെടുത്ത് ആ കുട്ടികളെ നമ്മൾ പി ടി സാറായാലും അതിനെ പരിപോഷിച്ച് ആ കുട്ടികളെ ഓടാനുള്ള ആ ഒരു അവർക്കുള്ള ആ ശാരീരിക ക്ഷമത ഉണ്ടാക്കിയെടുക്കുകയാണ് പി ടി ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്നത്. അന്നേരം ഈ ഓടാനും ചാടാനും ഒന്നും വലിയ താല്പര്യമില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും ആ ഒരു പീരീഡ്. പിന്നെ പി ടി പീരീഡ് എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് പഠിപ്പിച്ച് തീരാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ ടീച്ചർ ആ ക്ലാസ്സിൽ ആ സമയത്ത് വന്നാണ് ആ ക്ലാസ് തീരുന്നത്. പി ടി ടീച്ചറിൻ്റെ ക്ലാസ് എടുത്തിട്ട് അവർ പഠിപ്പിച്ച് തീർക്കും. അങ്ങനെ കുട്ടികൾക്ക് ആ പി ടി പീരീഡൊന്നും എല്ലാം കിട്ടാറില്ല. ഇപ്പോൾ ഈ സൂംബ വരുന്നതോടുകൂടി കുട്ടികൾ അങ്ങോട്ട് ആവശ്യപ്പെടാനായിരിക്കും സാധ്യത. സൂംബ ഡാൻസ് വേണോ, ആ ക്ലാസ് വേണോ എന്നായിരിക്കും പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു കുട്ടികൾ പോലും അതിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എന്തോ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ഇടകലർന്നുള്ള ഡാൻസാണ്. അതുപോലെ എന്തോ അല്പവസ്ത്രധാരികളാണ്. അങ്ങനെയൊന്നുമില്ല. സാരി ഉടുത്തുകൊണ്ട് വേണമെങ്കിലും സൂംബ ഡാൻസ് ചെയ്യാം. അങ്ങനെ വലിയ കായികമായിട്ട് കാല് ഒരുപാട് ഉയർത്തി ചെയ്യുന്ന എക്സർസൈസ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊണ്ട് ചെയ്യാം. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിപ്പോൾ സ്കൂളിലായാലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചല്ലേ പഠിക്കാനിരിക്കുന്നതും ട്യൂഷന് പോകുന്നത് വരുന്നത്. ഇനിയുള്ള ഒരു കാലത്ത് നമ്മൾ ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, പെൺകുട്ടികളോട് മാത്രമേ മിണ്ടാവുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ഒരു മതഗ്രന്ഥങ്ങളിലും ആരും പറഞ്ഞിട്ടുമില്ല. ഇതെല്ലാം കലർന്നുള്ള ഒരു സമൂഹത്തിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഒരു കുട്ടികൾക്കും ചെയ്യേണ്ട കാര്യമില്ല, ചെയ്തിട്ടും കാര്യമില്ല. ഈ വന്ന കാലത്ത് കൂടുതൽ റെസ്ട്രിക്ഷനിലോട്ട് മാതാപിതാക്കൾ പോകുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ വഴിതെറ്റി പോകുന്നത്. അവരെ അവരവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പഠിപ്പിച്ച് വളർത്തുക എന്ന് മാത്രമേ രക്ഷകർത്താക്കൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവരെ കൂടുതൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, സൂംബ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് ശിക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേന് ആ കുട്ടികൾ എങ്ങനെയും പൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള ശ്രമമായിരിക്കും ആ കുട്ടികൾ ചെയ്യുന്നത്. പിന്നെ ഈ സ്കൂളുകളിൽ വരുന്നതോടുകൂടി എല്ലാ കുട്ടികൾക്കും ഒന്നും കൂടെ ഒരു മാനസിക ഉല്ലാസവും ഈ പഠിത്തം എന്നുള്ള ആ സ്ട്രെസ്സിൽ നിന്ന് കുട്ടികൾക്കൊരു മോചനമൊക്കെ കിട്ടുകയാണ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ എല്ലാ രക്ഷകർത്താക്കളായാലും എല്ലാ അധ്യാപകരായാലും
അതുപോലെ തന്നെ കുട്ടികളായാലും എല്ലാവരും അത് ഏറ്റെടുത്ത് വളരെ സന്തോഷപൂർവ്വം എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ അത് നടത്തുന്നതിൻ്റെ റീൽസ് ഒക്കെ നമുക്ക് ഈ മൊബൈലിലൂടെ കാണാൻ കഴിയുമ്പോൾ വളരെ ഹാപ്പിയായിട്ടാണ് കുട്ടികൾ തുള്ളി കളിക്കുന്നത്. അതിനിപ്പം പർദ്ദ ഇട്ടായാലും നമുക്ക് മുഖം മറച്ചായാലും ജീൻസ് ഇട്ടുകൊണ്ടായാലും ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണമെങ്കിലും നമുക്ക് സൂംബ ചെയ്യാം. സൂംബ ഒരു 10 ദിവസം അടുപ്പിച്ച് ഈ എതിര് പറയുന്ന ആൾക്കാരൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ അവർക്ക് അതിൻ്റെയുള്ള ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളത്. മാനസികമായിട്ട് നല്ല നമുക്ക് ഇപ്പോൾ യോഗയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാനസിക ഉല്ലാസം കിട്ടുമെന്ന് പറയുന്നെങ്കിലും യോഗയ്ക്ക് ഒരുപാട് ഏകാഗ്രത ആവശ്യമാണ്. ഇങ്ങനെ നന്നായിട്ട് അതിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസങ്ങൾ വിടുന്നതിനും എല്ലാം ഒരു താളമുണ്ട്. അതനുസരിച്ച് കുറച്ച് സമയം എടുത്തൊക്കെയാണ് നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. യോഗയും വളരെ നല്ല എക്സർസൈസാണ്. പക്ഷേ അതിനൊരു കുറച്ച് സമയവും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലാതെ നിശബ്ദമായിട്ടിരുന്ന് ചെയ്താൽ മാത്രമേ യോഗയ്ക്കൊരു പരിപൂർണത കിട്ടത്തുള്ളൂ. അതുപോലെ യോഗ എപ്പോഴും ചെയ്യുന്നത് വെളുപ്പാങ്കാലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒഴിഞ്ഞ വയറായിട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു എക്സർസൈസ് യോഗയ്ക്കൊരു ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ചെയ്യുമ്പോഴൊന്നും അത് കിട്ടും. ഞാൻ യോഗ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പക്ഷേ യോഗയെക്കാളും എനിക്ക് ഇഷ്ടപ്പെടുന്നത് സൂംബ ഡാൻസാണ്. സൂംബ ചെയ്യുമ്പോഴാണ് നമുക്കുള്ള ആ ശരീരം മൊത്തത്തിൽ ഒന്ന് അനങ്ങുകയും ചെയ്യും. അതുപോലെ മാനസികമായിട്ടൊരു സന്തോഷവും ഒരു പ്രസരിപ്പും ഒക്കെ നമുക്ക് തോന്നുന്നത് സൂംബ ഡാൻസ് ചെയ്യുമ്പോഴാണ്. അതിപ്പോഴും നേരത്തെയൊക്കെ ഒരുപാട് ആൾക്കാർ ടി വിയിൽ അത് സൂംബയുടെ ഇട്ടിട്ട് നമുക്ക് സ്വയം ഒരു പാട്ടിട്ടിട്ട് ആ പാട്ടിട്ട് താളത്തിനൊത്ത് ചെയ്യുമ്പോൾ അതൊരു സന്തോഷത്തോടെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് പിന്നെ അത് സ്കൂളുകളിലോട്ട് വന്നപ്പോഴത്തേക്കിന് കുട്ടികൾക്ക് വളരെ ഒന്നാമത് ഇപ്പോൾ ഈ കുട്ടികൾ ഈ ഭയങ്കര സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത്. എപ്പോഴും പഠിത്തം, ട്യൂഷൻ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ട്യൂഷൻ, അത് കഴിയുമ്പം പിന്നെ പള്ളിയിൽ മദ്രസയിൽ പോകണമെങ്കിൽ അത് പോകണം, പിന്നെ സ്കൂളിൽ ടെസ്റ്റ് പേപ്പർ, അത് കഴിഞ്ഞ് വൈകിട്ട് ട്യൂഷൻ, ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് വളരെ ക്ഷീണിച്ചാണ് വീട്ടിലോട്ട് വരുന്നത് തന്നെ. പണ്ടത്തെ പഠിത്ത രീതിയൊന്നും അല്ലല്ലോ ഇപ്പോൾ. ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് ക്ഷീണിതരുമാണ്. അന്നേരം തന്നെ ഈ പഠിത്തത്തിനോട് തന്നെ അവർക്കൊരു മരവിപ്പ് തോന്നും കൂടുതൽ കുട്ടികൾക്ക്. അതിൽ ഒരു 10% കുട്ടികൾക്ക് പഠിത്തം താല്പര്യമുള്ളവർ കാണും, ഇല്ലെന്നല്ല. എങ്കിലും കൂടുതൽ കുട്ടികൾക്ക് ഇതൊരു ഇതായിട്ട് തോന്നും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ആ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ. ഇപ്പം വരയ്ക്കാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് പണ്ട് ഡ്രോയിങ് ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു പീരീഡ് വരയ്ക്കാൻ തയ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെന്ന് തോന്നുന്നു സ്കൂളുകളിൽ. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ എക്സർസൈസ് ശരീരത്തിന് കിട്ടണമെങ്കിൽ മിക്കവാറും കുട്ടികൾക്ക് ഇപ്പോൾ മെൻസസ് ക്രമമായിട്ട് വരാതെ PCOD, അതുപോലെ എക്സർസൈസ് ഇല്ലാത്തതിൻ്റെ വരുന്ന കുഴപ്പങ്ങളാണ്. എല്ലാവർക്കും ഈ സ്നാക്സ് ഫുഡല്ലേ കഴിക്കുന്നത്. വെള്ളം, അതുപോലത്തെ വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ പപ്സ് കഴിക്കുക, പിന്നെ ബേക്കറി സാധനങ്ങൾ തിന്നുക. വീട്ടിലും അമ്മമാർ ഒന്നും ഉണ്ടാക്കാൻ വയ്യാത്തതിന് ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, വാങ്ങിച്ചു കൊടുക്കുക. അന്നേരത്തേന് അത് കഴിച്ചിരിക്കുന്ന കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് പല പല അസുഖങ്ങളാണ്. എല്ലാത്തിനും ഒരു 30 വയസ്സ് കഴിയുമ്പോഴേ പ്രഷറ്, ഷുഗറും എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് എക്സർസൈസ് കിട്ടണമെങ്കിൽ വേറെ ഒരു മാർഗ്ഗം തോന്നുന്നില്ല. കാരണം ശനി ഞായറും പോലും അവർക്ക് ട്യൂഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് കുട്ടികൾ രാവിലെ എണീച്ച് എക്സർസൈസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ രാവിലെ എക്സർസൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരാളെ നിർബന്ധിച്ച് ഒന്നും എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അവർക്ക് തോന്നി. അവർക്കൊരു ദിവസം രാവിലെ കിടന്ന് ഉറങ്ങി 10 മണി വരെ കിടന്ന് ഉറങ്ങി എണീറ്റ് വന്ന് കാപ്പി കുടിച്ച് തുണിയെല്ലാം കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുമെന്നല്ലാതെ കുട്ടികൾക്ക് ഒരു എക്സർസൈസും കിട്ടുന്നില്ല. പണ്ടത്തെ കുട്ടികളാണെങ്കിൽ ഓടുക, ചാടുക, മരത്തിൽ കയറുക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് ഓടിപ്പോവുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആരും അടുത്ത വീട്ടിലോട്ട് ഓടാറുമില്ല, പോകാറുമില്ല. എല്ലാം ഉണ്ടെങ്കിൽ ഫോണിൽ കൂടെയാണ് വിളിച്ച് ചോദിക്കുന്നത്, എന്തെങ്കിലും വേണമെന്നുമില്ല. അതിപ്പം എല്ലാം അങ്ങനെ ഒരു സാഹചര്യമായിപ്പോയി. ആരും ഇപ്പം അയൽവക്കത്തുള്ള വീടുകളിൽ കയറി പോകുന്ന ഒരു പതിവേ ഇല്ല. എല്ലാവരും അവരവരുടെ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. പിന്നെ അടുത്ത വീട്ടിൽ എന്തെങ്കിലും വേണമെങ്കിൽ മൊബൈലോ വാട്സപ്പിലോ വിളിച്ച് ചോദിക്കും കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള എക്സർസൈസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതുപോലെ അമിത തടി, പൊണ്ണത്തടിയൊക്കെ വന്ന കുട്ടികളെയൊക്കെ അതൊന്നും എന്തൊക്കെ ചെയ്തിട്ട് അവർക്ക് ഈ ഫുഡ് ഹാബിറ്റ്സിലും കൂടുതൽ വരും, എക്സർസൈസ് ഇല്ലാത്തത് കൊണ്ടും വരും. ചില കുട്ടികൾ മെലിഞ്ഞായിരിക്കുന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും മെൻസസ് ഒന്നും ക്രമമല്ല. കാരണം ഇങ്ങനെ PCOD ഒക്കെ വരുന്നത് എക്സർസൈസ് ഇല്ലാത്തതിൽ വരുന്നതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്.
അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു എക്സർസൈസാണ് ഇപ്പോൾ സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസ്. അതിന് നമ്മൾ വേറെ യാതൊന്നും ചിന്തിക്കേണ്ട, കുട്ടികളുടെ ആരോഗ്യം മാത്രം ചിന്തിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും കുട്ടികളെ ആ സൂംബ ഡാൻസിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ആൺകുട്ടി എന്നില്ല, പെൺകുട്ടി എന്നില്ല, അവൻ ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയെ അല്ലെങ്കിൽ അവൻ ഇത് വേറെ ഓട്ടത്തിനൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് അവന് സൂംബയുടെ ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മാനസികവും കൂടെ ഒരു ഉല്ലാസം കിട്ടണമെങ്കിൽ, മറ്റേത് ടെൻഷൻ അടിച്ചാൽ ഓടാൻ നിൽക്കുമ്പോൾ ഞാൻ ജയിക്കുമോ, ഫസ്റ്റ് കിട്ടുമോ, സെക്കൻഡ് കിട്ടുമോ എന്നൊക്കെ ടെൻഷനിലൂടെയാണ് നമ്മൾ ഓട്ടം നടക്കുന്നത്. ഇതല്ലല്ലോ, ഇത് തുള്ളി തുള്ളി കളിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എക്സർസൈസ് ശരീരത്തിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ ഒരുപാട് കലോറീസ്, ഗുണങ്ങൾ, തലച്ചോറിന് ഫ്രഷ്നെസ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സൂംബ ഡാൻസ്. അതുകൊണ്ട് ആരും ഒഴിവാക്കരുത്. കൊച്ചു കുട്ടികളെ മുതൽ അങ്ങ് ചാടി തുള്ളാൻ വിട്ടേരെ, യാതൊരു പ്രശ്നവുമില്ല. അവർ കളിക്കട്ടെ, അതുപോലെ പഠിക്കട്ടെ, അത് അവരുടെ കഴിവുകൾ വികസിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ അവസരത്തിൽ. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സൂംബ ഏറ്റവും നല്ലൊരു എക്സർസൈസാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും സ്കൂളുകളിൽ സൂംബ ഡാൻസിന് നിർബന്ധിച്ച്, ഇപ്പോൾ തുള്ളാനും ചാടാനും ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അമ്മമാർ നിർബന്ധിച്ച് അവരെ അതിനകത്ത് ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും അത് ഗവൺമെൻറ് വരുത്തിയ ഏറ്റവും നല്ലൊരു പരിഷ്കാരമായിട്ടാണ് തോന്നുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും സൂംബ ചെയ്യുക. കുട്ടികൾ മാത്രമല്ല, അമ്മമാരും ചെയ്യട്ടെ. 1 മണിക്കൂർ അമ്മമാരും വീട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു പാട്ടിട്ട് കുറച്ച് തുള്ളട്ടെ. അന്നേരം അമ്മമാരുടെയും ശരീര ഷേപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും. അതുപോലെ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷവും കിട്ടും. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സൂംബ ഡാൻസ് ചെയ്യുക, അതുപോലെ കുട്ടികളെ അതിൽ ചേർക്കുക. അതുവഴി കുട്ടികളുടെ മാനസിക ആരോഗ്യവും അതുപോലെ ഇപ്പോഴുണ്ടാകുന്ന ദുശീലങ്ങളിലൊന്നും ചെന്നപ്പെടാതെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂംബ ഡാൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.